ഇമാം ദൈറബി തങ്ങൾ തൻ്റെ മുജറബാത്തിൽ കൊണ്ടുവരുന്ന ഒരു സംഭവം ഇപ്രകാരമാണ്. 13-ാമത്തെ അധ്യായത്തിലാണ് അവിടുന്ന് ഈ ഒരു സ്വലാത്തിനെ കൊണ്ടുവരുന്നത്. ആർക്കെങ്കിലും അള്ളാഹുവിലേക്ക് വല്ല ആവശ്യത്തെയും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വല്ല പ്രയാസമോ വിമിഷ്ടമോ തൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുസീബത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ രാത്രിയിൽ എഴുന്നേൽക്കുകയും വുളൂ എടുത്ത് 2 റക്അത്ത് നമസ്കരിച്ച് ആ നിസ്കാരത്തിൽ കഴിയുന്ന അത്ര ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്ത് സ്വലാത്തിൽ നിന്നും നിസ്കാരത്തിൽ നിന്നും സലാം വീട്ടി വിരമിച്ചതിനു ശേഷം ഖിബിലക്ക് മുന്നിട്ട അതേ അവസ്ഥയിൽ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ 1000 തവണ ഇനി പറയാൻ പോകുന്ന സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന വ മൗലാന മുഹമ്മദിൻ സ്വലാത്തൻ തഹുല്ലു ബിഹാ ഉഖദതി വ തുഫർരിജു ബിഹാ ഖുർബതി വ തുൻഖിദുനി ബിഹാ മിൻ വഹ്ലതി വ തുഖീലു ബിഹാ അസ്റതി വ തഖ്ദി ബിഹാ ഹാജതി. ഈ ഒരു സ്വലാത്തിനെ 1000 തവണ ചൊല്ലുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും അവൻ്റെ പ്രയാസത്തെ നീക്കിക്കൊടുക്കുന്നതും ദൂരീകരിച്ചു കൊടുക്കുന്നതുമാണെന്ന് ഇമാം ദൈറബി തങ്ങൾ പറയുന്നുണ്ട്. ഈ വിഷയത്തെ അല്ലാമ സനൂസി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ മുജറബാത്തിലും പറയുന്നതായി കാണാം. വലിയ ഗുണവും വലിയ രഹസ്യവും ഇതിനു പിന്നിലുണ്ട്. ഇമാം യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ സഅദത്തുദ് ദാറൈനിയിൽ ഈ 2 മഹത്തുക്കളെ തൊട്ട് ഉദ്ധരിച്ചുകൊണ്ട് 53-ാമത്തെ സ്വലാത്തായിക്കൊണ്ട് ഈ സ്വലാത്തിനെ പരിചയപ്പെടുത്തുന്നുമുണ്ട്. പതിവാക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.